വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആയറ. അപ്പം എന്ന് വെച്ചാൽ ഞാനും ദൃശ്യം കൂടിയും ജിമ്മിൽ പോയാണ്. അവള് കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പം ജിമ്മിലേക്ക് വരുന്നത്. 4 കിലോ കൂടി എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യമുണ്ട്. പിന്നെ ജിമ്മിൽ സെക്കൻഡ് ആനിവേഴ്സറി ആണ്. 2 കൊല്ലമായി ഇപ്പം ജിമ്മ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം അതിൻ്റെ വലിയ എന്താ പറയുക ആഘോഷം പരിപാടിയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ കോച്ചിൻ്റെ ആനിവേഴ്സറി ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഓളെ ഒളിച്ചൊടിച്ച് നടക്കുക. പക്ഷേ ഇതാ രാഹുൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ ഇവിടുന്ന് വീണ് കിട്ടിയതാണ് രാഹുലിന. കണ്ടോ, അതാണ് ഞങ്ങളുടെ ജിമ്മ്. അവിടെ ഭയങ്കര ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇവിടുന്നേ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. താഴെയുള്ളത് സിനാൻ്റെ ചായക്കടയാണ്, ടീ സ്റ്റുഡിയോ എന്നാണ് പേര്. അപ്പോൾ ഇവിടെ കാക്കഞ്ചേരിയിലുള്ളവരാണെങ്കിൽ വന്ന് സിനാൻ്റെ ചായ കുടിക്കുക. ഓക്കെ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ജിമ്മിലേക്ക് കയറാനുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ. ബാക്കിലുണ്ട് ഫുള്ള് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇത് ആഗസ്റ്റ് 5 ദൃശ്യം അവിടെ നിന്ന് ഫീസിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാം. ഇതാണപ്പോൾ ജിമ്മിൻ്റെ മേലെ ഭാഗം. ഇപ്പൊക്കെ വളരെ ആൾ കുറവാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫുള്ള് ക്രൗഡായിരിക്കും. അപ്പോൾ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളും തുടങ്ങുന്നത് 8 മണിക്കാണ്. എത്രത്തോളം സൗണ്ട് ഇതിൽ കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും വർക്കൗട്ടൊക്കെ ചെയ്യാണ്. ഇതാണ് സൽമാൻ്റെ ജാൻ. ദൃശ്യക്ക് ഇന്ന് കോമ്പൗണ്ടാണ്. പറ കഴിഞ്ഞോ? പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണിക്കാണ്. ഏതോ സിംഗറും പിന്നെ യൂട്യൂബറായ അശ്വിൻ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ അഭിയേട്ടനാണ്. പെൺപടകൾ യൂട്യൂബിൽ എട്ട് മണിക്ക് തുടങ്ങുന്ന പറഞ്ഞ പ്രോഗ്രാമാണ്. കുറേ ആൾക്കാർ വർക്കൗട്ടും കഴിഞ്ഞിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ് പറഞ്ഞത്. വൻ വെയിറ്റിംഗ്. അല്ലെങ്കിൽ അതങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു പരിപാടി പറഞ്ഞ സമയത്ത് തുടങ്ങിയ ചരിത്രമില്ലാതെ 9 മണിയാവാനായിരിക്കുന്നു. ഇത്ര പേരുടെ വെയിറ്റിംഗ് ആണ് പറഞ്ഞത്. അത് നീണ്ട ഒരു നേരം കണ്ടു. അങ്ങനെ ഇതാ കാത്ത് കുത്തന്നെ സെലിബ്രേറ്റ് എത്തിയിരിക്കുന്നു. സൂം ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ കാണുന്നില്ല. ആ മറബിലാണ് നിൽക്കുന്നത് അശ്വിൻ. ഇതെല്ലാവർക്കും അറിയണ്ടാവും. കൊച്ചുപാറ്റെ സാധ്യമായ സ്ഥലമല്ലോ ഈ ജിമ്മ്. നമ്മളെ ഹാപ്പിനെസ് ഷെയർ ചെയ്യപ്പെടുന്ന സ്ഥലം. ഈ ജിമ്മിന്റെ സെക്കൻഡ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിലേക്കാണ് എല്ലാവരെയും നമ്മുടെ ജിമ്മിന്റെ നെടുന്തൂണായ സൽമാൻ ആദ്യമായി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും.
ഇമേജ് നിങ്ങൾ രണ്ടു കീപ്പ് ചെയ്ത് പോവാ. ഒന്ന് തടി കുറയ്ക്കുക, അല്ലെങ്കിൽ ഫിറ്റാവുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ ഭൂരിപക്ഷം ആൾക്കാരും യങ്സ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ യങ്ങായ ആൾക്കാരാണ്, ചെറുപ്പക്കാരാണ്, നാളെ കണങ്ങേണ്ട ആൾക്കാരാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സന്തോഷത്തിലുണ്ടാവും. നമ്മള് ഞാനൊക്കെ നമ്മുടെ ജോലിയൊക്കെ വരുന്ന സമയത്ത് രാവിലെ ആണെങ്കിലും രാത്രി പറ്റുന്ന സമയത്ത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ, ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം യുവാക്കളെ, അല്ലെങ്കിൽ ഒരേ ലക്ഷ്യത്തിൽ പോകുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണുമ്പോൾ നമുക്കതൊരു പ്രചോദനം. എല്ലാവർക്കും അങ്ങനെ തോന്നിയില്ലേ? നിങ്ങൾ പോസിറ്റീവ് എനർജിയാണ്, അത് നിങ്ങളെ ലൈഫ് ലോങ് നിങ്ങളെ തകർക്കാൻ പറ്റാത്ത വിശ്വാസം നിങ്ങൾക്കുള്ളതാണ്. എവിടെ പോയാലും നിങ്ങൾ ആദ്യം തെളിയുന്നത് ഇവിടെ ജിമ്മുണ്ടാവുന്നതായിരിക്കും. കാരണം ഇവിടെ കുറെ വർക്കിംഗ് ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർ ഇവിടുത്തെ ഒരു വൈബ് അറിയുന്ന വരുന്ന ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പോകുമ്പോൾ പറയുമ്പോൾ ഞാനിപ്പോ വേറെ എവിടെയെങ്കിലും വർക്കിന് പോകണമെങ്കിൽ ആദ്യം നോക്കുന്നത് എവിടെയാണ് നമുക്കൊരു ജിമ്മ് എന്നാണ്. അവിടെ പോയി ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഒരു ദിവസം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ഫീലിംഗ് ആണ്. അതിപ്പോ എനിക്ക് സംഭവമായിട്ടില്ല, പക്ഷെ നമ്മളത് തുടർന്നു വരുന്ന ഒരു ശൈലിയാണ്. അത് എല്ലാവരും തുടർന്നു പോവാം. സൽമാൻ പോലുള്ള ആൾക്കാരാണ്. അപ്പൊ എന്ത് ചെയ്യാം, അവരോടുള്ള റെസ്പെക്ട് നിലനിർത്തിക്കൊണ്ടെന്ന് പറയട്ടെ. ഇങ്ങനെ ഈ ഒരു പരിപാടി ഇത്രയും ഒരു രാവിലെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഉച്ചയ്ക്കുള്ളവരുണ്ടായിരിക്കാം, വൈകുന്നേരം എല്ലാവരും ഈ ഒരു അവസരത്തിലൂടെ എത്തിയതിന് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അടുത്ത പ്രോഗ്രാം എന്താണെന്ന് ഈ ജിമ്മിന് വൈബുണ്ട്. ഒന്ന് കൈയടിക്കോ? ഈ ജിമ്മിന് വൈബുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടായിരിക്കാം. പിന്നെ യൂട്യൂബിൽ മിക്സ് ചെയ്ത പാട്ടുകളൊക്കെ വരുന്നുണ്ട് കണ്ടിട്ടായിരിക്കാം. കുറെ വയനായ പാട്ടുകളുണ്ട്. ഒരു 5 ലക്ഷം പിന്നെ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. എളുപ്പയോളം നിൽക്കുന്നത്. അപ്പം ആളെ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി പാട്ട് പാടുന്നതാണ്.
ബാസിയ 500 ആൾക്കാർ മുമ്പിലാണ് ഈ ഷോ അവതരിപ്പിച്ചത്. നിങ്ങൾ വാ. ജിമ്മിന്റെ ഓരോ സ്പന്ദനത്തിലും ഓരോ लड़के तो मार ही देती होगी तुझे मैंने ഞങ്ങൾ പോവുകയാണ് വീട്ടിലേക്ക്. അപ്പം എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്.